പ്രശാന്ത് പത്മനാഭൻ സാർ, എന്താണ് ഇന്ന് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ സംഭവങ്ങൾ? കേരള ഹൈക്കോടതിയുടെ ഷോൺ ജോർജിന്റെ ഒരു പെറ്റീഷൻ, ഷോൺ ജോർജിന്റെയും പിന്നെ വേറെ കുറച്ച് പെറ്റീഷണർമാരും ഫയൽ ചെയ്തിരുന്ന ഒരു ഹർജിയിൽ ഒരു കോമൺ ഓർഡർ ഉണ്ടായിരുന്നു. അത് 15-ാം തീയതി കേരള ഹൈക്കോടതി പാസ്സാക്കിയ ഉത്തരവാണ്. അത് പ്രകാരം ഈ സെക്ഷൻ 14 ഉമീദ് എന്ന് പറഞ്ഞ പുതിയ വഖഫ് ആക്ട് ഉണ്ടല്ലോ, വഖഫ് നിയമ ഭേദഗതി വന്നതിന് ശേഷം അതില് 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നതുൾപ്പെടെ പല കാര്യങ്ങളും വന്നിരുന്നു. ആ മാറ്റങ്ങൾ അനുസരിച്ചിട്ടല്ല വഖഫ് ബോർഡിലെ അംഗങ്ങളെ നിയമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൊടുത്ത പെറ്റീഷൻ, അതില് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. കേരള ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നത് ഇപ്പോഴുള്ള ബോർഡ് പോളിസി ഡിസിഷൻ എടുക്കുകയോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എൻകറേജ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. എങ്ങനെ? കോടതിയുടെ അനുവാദമില്ല. കോടതിയിൽ നിന്ന് അനുവാദം എടുത്തിട്ട് വേണം അങ്ങനെ പോളിസി ഡിസിഷൻസ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പുതിയ നിയമം അനുസരിച്ചുള്ള മെമ്പേഴ്സിനെ നിയമിക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം മൂന്നാമതൊരു കാര്യം പറഞ്ഞത്, ബോർഡ് ഇപ്പോൾ തൽക്കാലം ജോയിന്റ് സെക്രട്ടറി, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി ആരാണോ വഖഫ് മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സൂപ്പർവിഷന് കീഴിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെതിരെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു കൂട്ട ഹർജികൾ വന്ന് അത് ഒരുമിച്ചെടുക്കുകയായിരുന്നു. അപ്പൊ അതില് ഈ ഹൈക്കോടതി വിധിയെ എതിർത്തവരുടെ ഒരു പ്രധാന വാദം, ഒന്ന്, അവരുടെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടത്. 2, ഈ സെക്ഷൻ 14 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ള വാദത്തില് ഹൈക്കോടതി പെട്ടെന്ന് ഈ ഒരു കാര്യം നടപ്പാക്കണമെന്ന് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള ഒരു വാദമായിരുന്നു. അതില് പല സീനിയർ അഭിഭാഷകരുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ഹൈക്കോടതി ഞങ്ങളെ കൂടെ കേട്ടിട്ട് ഇതിനുള്ള എതിർപ്പ് കൂടി കേട്ടിട്ട് വേണം ഒരു വിധി ഇടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവിനെതിരെ വരുന്ന സ്പെഷ്യൽ പെറ്റീഷൻസ് വളരെ അപൂർവമായിട്ട് മാത്രമേ പരിഗണിക്കാറുള്ളൂ. കാരണം ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ പെൻഡിങ് ആണെങ്കിൽ, പ്രത്യേകിച്ച് നാളെ ആ കേസ് വരികയാണ്. അപ്പൊ ഇത് പറഞ്ഞിരുന്നു പ്രതിഭാഗം, അതായത് ഇതിനെ എതിർക്കുന്നവര്, സുപ്രീം കോടതിയിൽ ഈ ഹർജിയെ എതിർത്തവര് പറഞ്ഞിരുന്നു നാളെ ഹൈക്കോടതിയിൽ കേസ് വെച്ചിട്ടുണ്ട്, അപ്പൊ അതിന് ഇടയിൽ പെട്ടെന്ന് ഇവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയിൽ പറയാവുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും സുപ്രീം കോടതി ഒരു ചെറിയ മാറ്റം വരുത്തി, ഹൈക്കോടതിയുടെ ഈ ഡയറക്ഷനകത്ത് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് ഇന്ന് കേസ് ഡിസ്പോസ് ഓഫ് ചെയ്തു. ആ മാറ്റം ഇത്രയാണ്, ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പോളിസി ഡിസിഷൻസും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, രണ്ടാമത് പിന്നെ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശത്തിന് അർത്ഥമില്ല, അതുകൊണ്ട് ആ നിർദ്ദേശം ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പാരഗ്രാഫ് 6 അവസാനത്തെ ഒരു സെന്റൻസ് ഡിലീറ്റ് ചെയ്തു. ബാക്കി വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഹൈക്കോടതി ഇതിലെ എല്ലാവരുടെയും വാദം മെറിറ്റിൽ കേട്ട് കഴിവതും നേരത്തെ ഒരു വിധി പറയണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി സുപ്രീം കോടതി ഇന്ന് കേസ് ഡിസ്പോസ് ഓഫ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പലരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, ശ്രീ പി രാജീവ് നേരത്തെ നിയമമന്ത്രി കൂടി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, നേരത്തെ ഈ ഒരു വകുപ്പിനെ സാധുതയെ ചോദ്യം ചെയ്ത് തന്നെയുള്ള ഹർജി സുപ്രീം കോടതിയിലുണ്ട്, അതിന്റെ വാദത്തെ ദുർബലപ്പെടുത്തും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി കണ്ടു. പക്ഷേ അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം നിയമത്തില് ഒരു എസ്റ്റോപ്പൽ ഇല്ല എന്ന് പറയും. അതായത് ഇന്നത്തെ നിയമത്തിന്റെ പൊസിഷൻ എന്താണോ അത് നടപ്പാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റുകളൊക്കെ ഭരണഘടനയുടെ കീഴിലുള്ള ഒരു അതോറിറ്റിയാണ്. ഭരണഘടനയുടെ കീഴിലുള്ള ഭരണഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ആ നിയമം ഇപ്പോഴെങ്ങനെയാണോ അത് ഞങ്ങൾ പാലിക്കുന്നു എന്ന് പറയുന്നത് കൂടാതെ നാളെ ആ നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ വരുമ്പോൾ അവിടെ വാദം ഉന്നയിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം ഒരു നിയമപരമായിട്ടുള്ള വാദമാണ്. ഫാക്ച്വലായിട്ട് ഇന്നിപ്പോൾ അപ്പോയിന്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഇന്ന് എങ്ങനെയാണോ നിയമം, അതിന് ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇതിനെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതിലൊരു ഇടക്കാല വിധി വന്നിരുന്നു. സെപ്റ്റംബർ 15, 2025 തോന്നുന്നു ഡേറ്റ്. ആ ദിവസം സുപ്രീം കോടതിയുടെ ഒരു പ്രധാന വിധി വന്നിരുന്നു. അതില് ഈ പുതിയ നിയമത്തിലെ പല പ്രൊവിഷൻസ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തില് ഈ സെക്ഷൻ 14, അതായത് അംഗങ്ങളെ നിയോഗിക്കുന്ന കാര്യത്തില്
3 പേരിൽ കൂടുതൽ അമുസ്ലിങ്ങളാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അമുസ്ലിങ്ങൾ പാടില്ല എന്നില്ല. അവർ രണ്ടുപേരെ അമുസ്ലിങ്ങളായിരിക്കണം എന്ന ഭാഗം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തിടത്തോളം ഇപ്പോഴത്തെ ആ നിയമം എങ്ങനെയാണോ അത് പാലിക്കാൻ ഗവൺമെന്റുകൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഒരു ഭരണഘടനാ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾ ഈ നിയമം അനുസരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ സാധുതയെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ അവിടെ നിൽക്കുന്നു. അത് വേറൊരു വശത്തൂടെ കേൾക്കും. ഹൈക്കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള നിയമം പാലിച്ചാണോ ഇപ്പോൾ അംഗങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ നിയമം എങ്ങനെയാണോ അത് പാലിക്കും എന്ന് സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് സുപ്രീം കോടതിയിലും ഉറപ്പ് കൊടുത്തു. അത് നിയമപരമായിട്ട് ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സാറേ, ചോദിക്കാനുള്ളത് ഇവിടെ ഈ ഇടക്കാല ഉത്തരവ് പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്നായിരുന്നല്ലോ ഈ വഖഫ് ബോർഡിൻ്റെ ആവശ്യം. അങ്ങനെ അതിൻ്റെ കാര്യം അപ്പോൾ അത് ഫുള്ളായിട്ട് സ്റ്റേ ആയോ? ഇല്ല, ഫുള്ളായിട്ട് സ്റ്റേ, അതായത് സുപ്രീം കോടതി ഇന്ന് പൂർണ്ണമായിട്ട് ഇടപെട്ടിട്ടില്ല. ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന ഹർജികൾ തീർപ്പാക്കി തിരിച്ചയച്ചു. ഹൈക്കോടതി നാളെ കേസ് തുടരും. അപ്പൊ ഈ തീർപ്പാക്കിയപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ, ഹൈക്കോടതി കൊടുത്ത ഇടക്കാല ഉത്തരവിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി. ഒറ്റ വ്യത്യാസമേ വരുത്തിയുള്ളൂ. അതായത് ഹൈക്കോടതി പറയുന്നത് പോളിസി ഡിസിഷൻ എടുക്കുകയോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീ ചെയ്യുകയോ ആണെങ്കിൽ ഇപ്പോഴത്തെ വഖഫ് ബോർഡ് കോടതിയുടെ പെർമിഷൻ മേടിക്കണം എന്ന് പറയുന്നുണ്ട്. അത് സുപ്രീം കോടതി ശരിവെച്ചു. അതിനുശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിൽ വേണം ഇപ്പൊ ഈ ബോർഡ് ഫംഗ്ഷൻ ചെയ്യാൻ എന്നൊരു ഡയറക്ഷൻ കൊടുത്തു. അതിന്റെ ആവശ്യമില്ല, ആ ഒരു ഭാഗം മാത്രം ഡിലീറ്റ് ചെയ്യുകയാണ് എന്നാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞത്. ആ ഒരൊറ്റ വ്യത്യാസമേ വരുത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ എല്ലാവരെയും കേട്ട് മെറിറ്റിൽ തീരുമാനം എടുക്കണം, കഴിയുന്നത് നേരത്തെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്.